റജാനെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ്. വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. സഖാവ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത്തരത്തിലൊരു ലേഖനം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരുന്നില്ലെന്ന്. അപ്പോൾ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കാത്ത ലേഖനത്തിനെ കുറിച്ചാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. വളരെ തെറ്റായ ഒരു പ്രചരണമാണ് ഇത് സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതുമല്ല. എന്തുകൊണ്ടെന്നാൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പ് ഒരു ദിവസം വൈകി എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രചാരവേല ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നാണ്. ആദ്യം അച്ചടിച്ച പത്രം വിതരണം ചെയ്തില്ല എന്ന് പ്രചരിപ്പിച്ചു. ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും മാറി മാറി വന്ന വാർത്തകളെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എത്ര തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത്. അച്ചടിച്ച പത്രം വിതരണം ചെയ്തില്ല എന്ന പ്രചാരവേല ശക്തിപ്പെടുത്തി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് പതിയെ ഒഴിഞ്ഞു. പിറ്റേ ദിവസം പുറത്തിറങ്ങിയ പ്രധാനപ്പെട്ട 2 പത്രങ്ങളിൽ ഈ ആരോപണത്തിൽ നിന്ന് പുറകോട്ട് പോവുകയും പത്രം അച്ചടിച്ചിട്ടില്ല എന്നത് ശരിയല്ല എന്ന് സൂചിപ്പിക്കും. പത്രം അച്ചടിച്ചിട്ടില്ല, അച്ചടിച്ചത് വിതരണം ചെയ്യാത്തതല്ല എന്ന് സൂചിപ്പിക്കുകയും ചെയ്യും. 2 VSന്റെ അനുസ്മരണം ഒഴിവാക്കി എന്ന നിലയിലാണ് വലിയൊരാഘോഷം നടന്നത്. അത് ഏതൊക്കെ രൂപത്തിൽ ചിത്രീകരിക്കപ്പെട്ടു. പിന്നീട് അതിൽ നിന്ന് പുറകോട്ട് പോയി. മൂന്നാമത് വന്നതാണ് ഒരു നാടകകാരനെ സംബന്ധിച്ച ലേഖനം ഒഴിവാക്കിയത് കൊണ്ടാണ് പത്രം അച്ചടിക്കാൻ കഴിയാതിരുന്നത് എന്ന നിലയിലാണ് വാർത്ത. ഇതെല്ലാം തെറ്റാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഒന്ന്, പത്രം അച്ചടിച്ച് വിതരണം ചെയ്തില്ല എന്ന് പറയുന്നത് തെറ്റ്. ഞങ്ങൾ അച്ചടിച്ചിട്ടില്ല. 2, VSന്റെ അനുസ്മരണം ഒഴിവാക്കി എന്ന ആരോപണം തെറ്റ്. അങ്ങനെയൊന്നും ആരും ചിന്തിച്ചിട്ടേയില്ല. 3, ഈ പറയപ്പെട്ട ലേഖനം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. അതും പൂർണ്ണമായി തെറ്റ്. പത്രം ഒരു ദിവസം അച്ചടിക്കാൻ വൈകി എന്നത് അന്ന് പറഞ്ഞതുപോലെ വിശദീകരിച്ചതുപോലെ സാങ്കേതിക കാരണങ്ങളാലാണ്. അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് സാങ്കേതിക കാരണം എന്ന് പോലും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇതാദ്യത്തെ സംഭവമല്ല. ഇതിന് മുൻപും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളിൽ ചിലർ പത്രം കൂടി നടത്തുന്നവരാണ്. നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും വാർത്തയോ വിവാദമോ ആകാറില്ല, ആകേണ്ട ആവശ്യവുമില്ല. പിന്നെ വന്നത് ഇങ്ങനെയൊരു ലേഖനം ഉണ്ടോ എന്നതാണ്. അങ്ങനെ ഒരു ലേഖനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദേശാഭിമാനിയിൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദേശാഭിമാനിയിൽ ഇല്ല എന്നാണ്. അല്ലാതെ ആരെങ്കിലും അങ്ങനെ എഴുതിയില്ല എന്ന് എനിക്ക് പറയാൻ കഴിയുമോ? ദേശാഭിമാനിയിൽ ഇങ്ങനെ ഒരു ലേഖനം വന്നിരുന്നോ എന്നാണ് ചോദ്യമെങ്കിൽ ഞാൻ നിങ്ങളുടെ ചോദ്യം അങ്ങനെ ആയിരിക്കും തിരിച്ചിട്ട് പറയുക. ഇങ്ങനെ ഒരു ലേഖനം ദേശാഭിമാനിയിൽ കൊടുക്കാൻ വേണ്ടി വന്നിരുന്നോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അതിന് ഉത്തരം പറയാൻ കഴിയില്ല, ഉത്തരം പറയേണ്ടതുമില്ല. എന്തുകൊണ്ട്? വാരാന്ത്യ പതിപ്പിലേക്ക് 100 കണക്കിന് സൃഷ്ടികൾ വരും. അത് ഏതൊക്കെ വന്നു അത് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങളുടെ പത്രത്തിൽ വരുന്ന കാര്യം. അതിൽ ചിലത് പ്രസിദ്ധീകരിക്കും, ചിലത് മാറ്റിവെക്കും, ചിലത് തിരിച്ചയക്കും. അതൊക്കെ ഞങ്ങളുടെ പത്രത്തിൻ്റെ അവകാശമല്ലേ? നിങ്ങളുടെ പത്രവും അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്? അതൊക്കെ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? 2, ഇത് പറയേണ്ടതില്ല എന്നതുപോലെ തന്നെ ഈ 100 കണക്കിന് കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം ഞങ്ങളുടെ മുൻപിലാണോ വരിക? അത് ഏതൊക്കെ വന്നില്ല എന്നൊന്നും പറയാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇനി ഓരോ മാധ്യമങ്ങളുടെയും ഡെസ്കിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിവാദമാകാറുണ്ടോ? നിങ്ങളുടെ ഡെസ്കിൽ എന്തൊക്കെ നടക്കാറുണ്ട്? എല്ലാ വാർത്തകളും നിങ്ങൾ കൊടുക്കുകയാണോ ചെയ്യുന്നത്? ചില വാർത്തകൾ മാറ്റിവെക്കാറില്ലേ? ചിലത് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാറില്ല. അത്തരം കാര്യങ്ങളെ ചൊല്ലി നിങ്ങളുടെ ഡെസ്കിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടില്ലേ? രൂക്ഷമായ തർക്കങ്ങൾ. ആ തർക്കങ്ങൾ സംഘർഷങ്ങളായിട്ടില്ലേ? അതിനെ തുടർന്ന് ചിലർ രാജിവെച്ച് പോയിട്ടില്ലേ? നടപടികളിലേക്ക് വന്നിട്ടില്ലേ? ഇതൊക്കെ ഞങ്ങൾക്കും കിട്ടുന്ന കാര്യമല്ലേ? ഞങ്ങൾ എന്തുകൊണ്ടാണ് അത് വാർത്തയാക്കാത്തത്? അതൊരു മാധ്യമത്തിനകത്ത് നടക്കുന്ന, ഡെസ്കിനകത്ത് നടക്കുന്ന സ്വാഭാവികമായ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഏത് മാധ്യമത്തിനും അതിന് അവകാശമുണ്ട്. ദേശാഭിമാനി എന്ത് കൊടുക്കണമെന്നും എന്ത് കൊടുക്കണമെന്നും നിങ്ങളല്ല തീരുമാനിക്കുന്നത്. അതിന് ഞങ്ങൾക്കൊരു സംവിധാനമുണ്ട്. ഞങ്ങൾ തീരുമാനിക്കും. പറയട്ടെ, ഞങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, ഇത് സംബന്ധിച്ചൊരു നാടകകാരനെ സംബന്ധിച്ച ലേഖനം ഞങ്ങളുടെ മുൻപിലുള്ള വിഷയമേ അല്ല. സാധാരണ ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പ് ഇറങ്ങുമ്പോൾ ആദ്യ പേജിൽ പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട ഒരു സ്റ്റോറി ഉണ്ടാവും. ബാക്കി മറ്റ് സ്ഥിരം പങ്ക്തികളും മറ്റു കാര്യങ്ങളുമാണ് ഉണ്ടാവുക. എന്നാൽ VSന്റെ ചരമദിനത്തിന് മുൻപായി ഇറങ്ങുന്ന ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിൽ VSന്റെ സംബന്ധിച്ചിട്ടുള്ള അനുസ്മരണം തന്നെ ആയിരിക്കണം മുഖ്യ ഇനമെന്ന് തീരുമാനിച്ചിരുന്നു. അതനുസരിച്ച് ആദ്യ പേജ് അങ്ങനെ തന്നെ തയ്യാറാക്കി. എഡിറ്റോറിയൽ തീരുമാനിച്ചു.
ആദ്യ പേജ് മാത്രം പോരാ, അവസാന പേജും ഇത് ആദ്യ ചരമവാർഷികമായതുകൊണ്ട് VS തന്നെ ആയിരിക്കണം. അവിടെ മറ്റൊന്നും ബാധകമല്ല. ഞങ്ങൾ അങ്ങനെ തന്നെ തയ്യാറാക്കി. അതൊരു ദിവസം വൈകിയത് ഈ പറഞ്ഞ സാങ്കേതിക കാരണം കൊണ്ട് തന്നെയാണ്, മറ്റൊന്നും പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. ഇനി പറയാം. KR അജയൻ്റെ പേരിൽ നടപടി സ്വീകരിച്ചു എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? പറയൂ. ചോദിച്ച ആൾക്ക് പറയാൻ കഴിയുമോ ആരാണ് പറഞ്ഞത്? അതെ, അതാ ഞാൻ ചോദിക്കുന്നത്. KR അജയൻ്റെ പേരിൽ നടപടി സ്വീകരിച്ചു എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ ദേശാഭിമാനി പറയണം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന KR അജയൻ പറയണം. ഇത് രണ്ടുമല്ലേ പറയേണ്ടത്? അവരാരെങ്കിലും നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ തിരുത്തൂ. അല്ല, അത് അടുത്തത് ഞാൻ പറയാം. നിങ്ങൾ ഈ ചോദിച്ച കാര്യത്തിന് നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുമോ? മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നമ്മളെല്ലാം മാധ്യമ പ്രവർത്തകരാണല്ലോ അർത്ഥത്തിൽ. പറയട്ടെ, നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഒരാൾക്ക് സസ്പെൻഷൻ ഉണ്ടായാൽ ആ സ്ഥാപനത്തിന്റെ ജീവനക്കാരനാണ്, ആ സ്ഥാപനത്തിന്റെ നിയമം അനുസരിച്ചായിരിക്കും അയാൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സസ്പെൻഷൻ ഉണ്ട് എന്ന് മറ്റുള്ളവരോട് പുറത്ത് അങ്ങനെ പരസ്യമായി പറയണമെന്നില്ല. ഇല്ലല്ലോ, ആ കാര്യം വ്യക്തമാണല്ലോ. അപ്പോൾ ദേശാഭിമാനിയോ നിങ്ങൾ നടപടിക്ക് വിധേയനായി എന്ന് പറയുന്ന ആളോ ആ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരോപിക്കുകയാണ്, നിങ്ങളൊരു വാർത്ത ചെയ്യുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ദേശാഭിമാനിക്കകത്ത് ഞങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ജീവനക്കാരൻ്റെ പേരിൽ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ മറ്റു മാധ്യമങ്ങൾക്ക് എന്താ കാര്യം? അങ്ങനെ ഒരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല. ഞാൻ ആ കാര്യം, ആ ചോദ്യത്തിന് മറുപടി കൂടി അവസാനിപ്പിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു നടപടിയിലേക്ക് ഒരു സ്ഥാപനം പോകുമ്പോൾ നിങ്ങളുടെ എത്ര പേരുടെ പേരിൽ നടപടി വന്നിട്ടുണ്ട് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ? അതെന്താണ് നിങ്ങൾ വാർത്തയാക്കാത്തത്? ഏതൊക്കെ നടപടികൾ വന്നിട്ടുണ്ട്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്നെ കൊണ്ട് പറയിക്കണോ ഓരോ സംഭവം? ഞങ്ങൾ അറിയാത്തതാണെന്ന് കരുതരുത്. ഇതൊക്കെ നിങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ ഓരോ സ്ഥാപനത്തിനും അതിൻ്റേതായ പ്രവർത്തന സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്നതുകൊണ്ട് ഞങ്ങളതൊന്നും വാർത്തയാക്കാറില്ല. നിങ്ങൾ നാട് കടത്തിയിട്ടില്ലേ നിങ്ങളിൽ ചിലരെ? ഞാൻ ഓരോന്നായിട്ട് പറയണം. അപ്പം അതിലേക്ക് പോകണ്ട. ഞാൻ പറയുന്നത്, ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, അതിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സ്ഥാപനത്തിൻ്റെ അച്ചടക്കം സംബന്ധിച്ച് ഓരോ ജീവനക്കാരൻ്റെയും ഉത്തരവാദിത്വം സംബന്ധിച്ചൊക്കെ നടപടിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ വ്യവസ്ഥാപിതമായി നടപടിയെടുക്കും. അങ്ങനെ സാഹചര്യമില്ലെങ്കിൽ നടപടിയെടുക്കുകയുമില്ല. ഇപ്പോൾ മറ്റു മാധ്യമങ്ങളോട് പങ്കുവെക്കാൻ അത്തരത്തിലൊരു വാർത്തയുമില്ല. ഈ വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയിൽ നിന്ന് KR അജയനെ മാറ്റിയിട്ടുണ്ടോ? അതാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. വിശദീകരിച്ച് കഴിഞ്ഞു. അത് നിങ്ങൾ വൈകി വന്നുകൊണ്ടായിരുന്നു. പിന്നീട് അങ്ങ് പറഞ്ഞു ഈ മറ്റ് സ്ഥാപനങ്ങളെ കുറിച്ച്. അങ്ങനെയല്ല, ഇപ്പോൾ സ്വാഭാവികമായും ദേശാഭിമാനി ആയാലും ജനയുഗമായാലും വീക്ഷണമായാലും ഒക്കെ ജന്മഭൂമി ആയാലും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലെന്നല്ല പറയുന്നത്, അത് പറയരുത്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പത്രമാണ്. അപ്പോൾ കുറച്ചുകൂടി ആ വിഷയത്തിൽ മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും താല്പര്യം ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് തർക്കിക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾ തന്നെ അറിയാതെ പറഞ്ഞു, ഞാൻ ഇനി അതിൽ പിടിക്കുന്നില്ല. എല്ലാ മാധ്യമങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ മുഖപത്രങ്ങളായി പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങൾക്ക് മാത്രമല്ല ഉത്തരവാദിത്വം. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ കാര്യത്തിലെല്ലാം മാധ്യമങ്ങളെ സമീപിക്കുന്നതിൽ തുല്യമായ സമീപനവുമാണ് വേണ്ടത്. നിങ്ങളും മാധ്യമമാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രവും ഒരു ഉത്തമ മാധ്യമമായി തന്നെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അതിനിടയിൽ വേറൊരു വേർതിരിവിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചും ഇങ്ങനെ ആലോചിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഈ കൂട്ടത്തിലുള്ള ഒരു മാധ്യമം, ആ മാധ്യമത്തിൽ കുംഭമേളയെക്കുറിച്ചൊരു പരിപാടി അവതരിപ്പിച്ചു. ഉടനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ചാനലിൻ്റെ മുതലാളി ആ പരിപാടിയുമായി ബന്ധപ്പെട്ടവരെയെല്ലാം വിളിച്ചു വരട്ടി. ഈ വിവരം അപ്പോൾ തന്നെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഉടനെ ചാടി വീഴുകയല്ല ചെയ്തത്. അത് ആ ഡെസ്കിൽ നടക്കുന്ന എഡിറ്റോറിയൽ ഇടപെടലും മാധ്യമ സ്ഥാപനത്തിൻ്റെ നയവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം എന്ന നിലയിൽ ഞങ്ങൾ കണ്ടുള്ളൂ. പക്ഷേ ചാനലിൻ്റെ മുതലാളി അത് പരസ്യപ്പെടുത്തി. അദ്ദേഹം അത് പരസ്യമായി പറഞ്ഞു, ഞാനിങ്ങനെ വിളിച്ച് താക്കീത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുള്ളതല്ലേ? അത് എത്ര മാധ്യമങ്ങൾ നിങ്ങൾ വാർത്തയാക്കി കൊണ്ടുവന്നു? അതെന്താ വാർത്തയാക്കി കൊണ്ടുവരാത്തത്? അപ്പോൾ ഒരു മാധ്യമത്തിൻ്റെ ഡെസ്കിൽ നടക്കുന്ന ചർച്ചകളോ തർക്കങ്ങളോ വ്യത്യസ്തമായ നിലപാടുകളോ അതിൻ്റെ ഭാഗമായി വാർത്തകളിൽ സ്വീകരിക്കുന്ന നിലപാടോ സാധാരണ നിലയിൽ ഇങ്ങനെ വിവാദമാകാറില്ല. അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇനി നമുക്ക് ആ നയം മാറ്റാമെന്നാണോ? ഓരോ ചാനലിൻ്റെയും ഓരോ പത്രത്തിൻ്റെയും ഡെസ്കിൽ വാർത്തകൾ സ്വീകരിക്കുന്നതും മാറ്റിവെക്കുന്നതും സംബന്ധിച്ചുണ്ടാകുന്ന അഭിപ്രായങ്ങളും അതിന്മേലുണ്ടാകുന്ന സംവാദവും തർക്കവും നേരത്തെ നിങ്ങൾ വഴി വന്നുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘർഷാത്മകമായ സാഹചര്യങ്ങളും ഒക്കെ ഇനി നമുക്ക് എല്ലാവർക്കും വാർത്തയായി ഉയർത്തിക്കൊണ്ടുവരാം എന്നാണോ പൊതു നിലപാട്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അങ്ങനെ ആവാം. പക്ഷേ സ്വരാജേട്ടൻ പറഞ്ഞതുപോലത്തെ ഒരു നിലപാടാണോ ദേശാഭിമാനി പോലുള്ള CPM-ന്റെ മുഖപത്രത്തോട്
സ്വീകരിക്കേണ്ടത്? മറ്റേത് ചില വ്യക്തികൾ നടത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ നടത്തുന്നതായിരിക്കും. അതുപോലെ അല്ലല്ലോ ദേശാഭിമാനി. ഈ പറഞ്ഞതിൻ്റെ ഞാൻ എൻ്റെ സ്വച്ഛയായുള്ളൊരു വ്യാഖ്യാനം കൊടുക്കുക, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ തിരുത്താം. അതായത് ദേശാഭിമാനി സാധാരണഗതിയിൽ മാധ്യമങ്ങൾ അഭിമുഖീകരിക്കുന്നതായ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏറ്റവും മികച്ച നിലയിൽ ഒരു പോറലുമേൽക്കാതെ നിലനിൽക്കണം. ഞങ്ങളൊക്കെ കുറച്ച് പോറലൊക്കെ ഏറ്റാലും ഞങ്ങളോട് ക്ഷമിച്ചു തരണം എന്നാണ് നിങ്ങൾ പറയുന്നതിൻ്റെ സെൻസെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് അങ്ങനെ ആലോചിക്കാം. അതായത് ദേശാഭിമാനി അങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങൾ അർപ്പിക്കുന്നതിൽ ഒരു ദേശാഭിമാനിക്കാരൻ എന്ന നിലയിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനത് പ്രകടിപ്പിക്കും. പ്രശ്നമില്ലാന്ന് പറയുന്നത്. അപ്പൊ ഈ പുല്ലംപറക്കാരനായ ഈ നാടകക്കാരൻ വിചാരിച്ചു ആ ദേശാഭിമാനിയിൽ ആ ലേഖനം വരും, അതെങ്ങനെ സംഭവിച്ചത്? അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് സാങ്കല്പികമായ മറുപടി പറയാൻ പറ്റൂ. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരായ നിങ്ങൾ, എനിക്കെല്ലാവരും ഒന്നും നേരിട്ട് പരിചയമില്ല, പക്ഷേ നിങ്ങളൊക്കെ പ്രഗത്ഭരായിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ്. നിങ്ങൾക്കും ദേശാഭിമാനി വാരാന്ത പതിപ്പിലേക്ക് എന്തെങ്കിലും സൃഷ്ടികളുണ്ടെങ്കിൽ തരാവുന്നതാണ്. നിങ്ങൾ ഞങ്ങളെ വിമർശിക്കുന്നവരാണല്ലോ കരുതിയിട്ട് ഞങ്ങളത് അതിനൊരു വിലക്കുമില്ല, നിങ്ങൾക്കൊക്കെ തരാം. പക്ഷെ തന്നു കഴിഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കണമോ വേണ്ടയോ എന്നത് തീർച്ചയായും ദേശാഭിമാനിയുടെ തീരുമാനമാണ്. പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ മുക്കി എന്നൊന്നും പറഞ്ഞു കളയരുത്, അങ്ങനെയല്ല. അതിൽ പ്രസിദ്ധീകരിക്കാവുന്ന ഞങ്ങൾ പ്രസിദ്ധീകരിക്കും, നിങ്ങൾക്കും തരാം. അപ്പോൾ നിങ്ങൾ അത് തയ്യാറാക്കുന്ന സമയത്ത് ഒരാളോട് ഇത് ദേശാഭിമാനിക്ക് വേണ്ടി തയ്യാറാക്കുകയാണെന്ന് പറഞ്ഞാൽ അത് ദേശാഭിമാനിക്ക് വേണ്ടിയാണ് എന്ന ആൾ ധരിക്കും. ദേശാഭിമാനി അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ സ്വീകരിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. നിങ്ങളിവിടെ പറഞ്ഞിപ്പോൾ ഒരാൾ അന്ന് തന്നെ എന്നോട് ചോദിച്ചല്ലോ, ഇന്നയാൾ തെറ്റുപറ്റി എന്ന് തിരുത്തിയിട്ടുണ്ട്. ഞാൻ എന്താ മറുപടി പറഞ്ഞത്? എനിക്കങ്ങനെ ഒരാളെ അറിയില്ല, എനിക്ക് പരിചയമില്ല എന്നാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ആളല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് പരിചയമില്ല, നമ്മുടെ മുൻപിലുള്ള ഒരു വിഷയമല്ല എന്നാണ് പറഞ്ഞത്. ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ ലേഖനം എഴുതും, അവർക്ക് ആ വിഷയങ്ങളിൽ എഴുതിയ ലേഖനങ്ങൾ ദേശാഭിമാനിക്ക് തരാം. പ്രസിദ്ധീകരിക്കേണ്ടതാണോ എന്ന് ദേശാഭിമാനിയുടെ തീരുമാനിക്കുക. അതിലെങ്ങനെ നിങ്ങൾ ഇടപെടും? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ പറയൂ, എന്നെ ബോധ്യപ്പെടുത്തൂ. പക്ഷേ അദ്ദേഹത്തിന്റെ തന്നെ ഫോട്ടോ ഉൾപ്പെടെ ദേശാഭിമാനിയിൽ നിന്ന് വന്ന് കളക്ട് ചെയ്തു എന്നാണ്. അതാണ് പറഞ്ഞത്. നിങ്ങളിപ്പോൾ പോയി ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നു, നിങ്ങൾ ദേശാഭിമാനിക്ക് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ ദേശാഭിമാനി നല്ല ധരിക്കുക. ഈ ലേഖനം എഴുതിയ ആൾ ദേശാഭിമാനിയുടെ റിപ്പോർട്ടറാണോ? ഞാൻ അദ്ദേഹത്തെ എഴുതിയിട്ടല്ല, ആരെയും എഴുതാൻ വ്യക്തിപരമായിട്ട് എഴുതാൻ ആഗ്രഹിച്ചിട്ടല്ല പറയുന്നത്. ഞാൻ പറയുന്നത് നൂറുകണക്കിന് സൃഷ്ടികൾ ദേശാഭിമാനിക്ക് വരാറുണ്ട്, പ്രത്യേകിച്ച് വാരാന്ത പതിപ്പിൽ. എല്ലാ വാരാന്ത പതിപ്പും അങ്ങനെയല്ലേ വരിക? ലൈറ്റ് റീഡിംഗ് മെറ്റീരിയലുകളല്ലേ വരാറുള്ളത്. അതിൽ നിങ്ങളെല്ലാവരും കിട്ടുന്ന മുഴുവൻ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ എത്ര വാരാന്ത പതിപ്പ് ഇറക്കേണ്ടി വരും? അതിന് പത്രത്തിൻ്റെതായ രീതികളില്ലേ? ഇവിടുത്തെ പ്രശ്നം എന്താണ്? നിങ്ങൾ ഈ പരാമർശിക്കുന്ന വിഷയം കൊണ്ടല്ല ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പ് വൈകിയത് എന്നതല്ലേ ഞങ്ങൾ വിശദീകരിച്ചത്. ദേശാഭിമാനി വാരാന്ത പതിപ്പ് ഒരു ദിവസം വൈകി എന്നതല്ലേ നിങ്ങൾ വാർത്തയായി ഉയർത്തിക്കൊണ്ടുവന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല എന്ന് അപ്പോൾ പറയുന്നു, ഇപ്പോഴും പറയുന്നു. ആദ്യം പറഞ്ഞത് വീണ്ടും വൈകി വന്നവർക്ക് വേണ്ടി ആവർത്തിക്കുന്നു. നിങ്ങൾ തുടർച്ചയായി ദേശാഭിമാനിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. അതൊരു മാധ്യമധർമ്മത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. അച്ചടിച്ച പത്രം വിതരണം ചെയ്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അച്ചടിച്ച പത്രത്തിൻ്റെ കോപ്പി തരാൻ പരസ്യ ആഹ്വാനം ഉണ്ടായി ഒരു മാധ്യമപ്രവർത്തകന്റെ ഭാഗത്തു നിന്ന്. ഏത് നിലവാരത്തിൽ നിന്നിട്ടാണ് പറയുന്നത്? പിന്നെ അതിൽ നിന്ന് വിട്ടു മലയാള മനോരമ. ഞാൻ ആദ്യം രണ്ട് മാധ്യമം എന്ന് പറഞ്ഞുള്ളൂ. മലയാള മനോരമയും മാതൃഭൂമിയും ദിനപത്രം പിറ്റേ ദിവസം കൊടുത്ത വാർത്തയിൽ പത്രം അച്ചടിച്ചിട്ടില്ല എന്ന് ഭംഗ്യന്തരേണ സമ്മതിച്ചു. ആദ്യം നടന്ന പ്രചരണത്തിൽ നിന്ന് പുറകോട്ട് പോയി. VS-നെ ഒഴിവാക്കി എന്ന നിലയിൽ വലിയ ആക്ഷേപം ഉയർത്തിക്കൊണ്ടുവന്നു. അതൊക്കെ എത്രമാത്രം ഹീനമാണ്, ആരും ചിന്തിക്കാത്തൊരു കാര്യമല്ലേ. പിന്നെ അതിൽ നിന്ന് പുറകോട്ട് പോയി മൂന്നാമത് ഉയർത്തിക്കൊണ്ടുവന്ന വിവാദമാണ് നാടക സംബന്ധിയായിട്ടുള്ള പ്രശ്നം, ഈ രചനയുമായി ബന്ധപ്പെട്ട പ്രശ്നം. അതിന് അന്ന് പറഞ്ഞ മറുപടി ഇന്നും പറയുന്നു. ഞങ്ങളുടെ പത്രം ഒരു ദിവസം വൈകി എന്നത് അന്ന് വിശദീകരിച്ച സാങ്കേതിക കാരണങ്ങളാലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം, ഇതിൽ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അന്ന് ഞാൻ ഒരു യൂണിറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ വിശദാംശം വേണമെങ്കിൽ ഇനി പറഞ്ഞു തരികയും ചെയ്യാം. ഈ പറയുന്ന പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല, അത് പത്രം വൈകിയതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമല്ല. ഇനി ലേഖനം കിട്ടിയത് നിങ്ങൾ പ്രസിദ്ധീകരിച്ചില്ല എന്നതാണ് പ്രശ്നമെങ്കിൽ അത് അങ്ങനെ ഉന്നയിക്കണം. അത് ഞാനിപ്പോൾ ഏറ്റവും മിതമായ നിരക്ക് പറയുന്നു. ഏതൊക്കെ പ്രസിദ്ധീകരിക്കണമെന്നും ഏതൊക്കെ പ്രസിദ്ധീകരിക്കേണ്ടെന്നും തീരുമാനിക്കാൻ അതത് മാധ്യമങ്ങളുടെ എഡിറ്റോറിയൽ വിഭാഗത്തിന് അവകാശമുണ്ട്. ഞങ്ങളുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്കെത്ത അവകാശം? സംഗതിയൊക്കെ മാധ്യമമാണ്, പക്ഷെ അതിൽ ഒരു പ്രശ്നമില്ലേ? നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾക്ക് ഇതിലിപ്പം പത്രം പ്രസിദ്ധീകരിക്കുന്നു, ഞാൻ പത്രത്തെക്കുറിച്ച് മാത്രം പറയാം. ഇതിൽ പത്രം പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങളുടെ വാരാന്ത പതിപ്പിലേക്ക് ഏതൊക്കെ സൃഷ്ടികൾ കിട്ടി എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയുമോ ഇവിടെ ആ സൃഷ്ടികൾ ഏതൊക്കെയാണെന്നത്? അതിൽ ഇന്ന സൃഷ്ടികൾ മാറ്റിവെച്ചത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ വിശദീകരിക്കുമോ? അതിന് വിശദീകരിക്കേണ്ടതുണ്ടോ? പറയൂ. പുതിയ മാധ്യമ പാഠങ്ങളുണ്ടെങ്കിൽ എന്നെ പഠിപ്പിക്കൂ, നിങ്ങൾ പറയൂ. യെസ്, ഇനി എന്താ പറയാനുള്ളത്? ഇനി എന്തെങ്കിലും മുക്കി എന്നുള്ള അല്ല, നിങ്ങൾ ചിലർ കൊടുത്ത വാർത്തയാണ് മുക്കി. വാരാന്ത പതിപ്പിലേക്ക് ഇനി അങ്ങനെ ഒരു ലേഖനം വന്നു എന്നിരിക്കട്ടെ, അത് പ്രസിദ്ധീകരിക്കേണ്ട തീരുമാനിച്ചാൽ മുക്കി എന്നോ?
എവിടെ നിന്നാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഇത്തരം പ്രയോഗങ്ങൾ വരുന്നത്? നിങ്ങളുടെ വാരാന്ത പതിപ്പിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന നൂറുകണക്കിന് സൃഷ്ടികളിൽ നിങ്ങൾ ഒരെണ്ണം തിരഞ്ഞെടുക്കുമ്പോൾ ബാക്കി 99 നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്നു. അതിന് മുക്കി എന്നാണോ പറയുക? അതിന് മുക്കി എന്നാണോ പറയുക? അത് തീർത്തും അനുചിതമായി പോയി. അത് ശരിയായില്ല എന്ന് ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം പറയും. ഇതാ കള്ളൻ വിജയൻ എന്ന ലേഖനം ദേശാഭിമാനിയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഇറങ്ങേണ്ടിരുന്ന വാരാന്ത്യ പതിപ്പിൽ വരും എന്ന വിവരം അത് എഴുതിയ ആൾക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ സ്വരാജ് പറയുന്നത് പോലെ ഇപ്പോൾ എക്സ് ഓർ വൈ ഒരാൾ ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിൽ ഒരു പങ്ക്തി, ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു നിരൂപണം, ലേഖനം അയച്ചു തന്നിട്ട് അത് വരാത്തതല്ല ഇവിടെ പ്രശ്നം. അദ്ദേഹത്തോട് നിരന്തരം ദേശാഭിമാനിയിൽ നിന്ന് ചുമതലയുള്ളയാൾ ബന്ധപ്പെടുന്നു. ആരാ പറഞ്ഞത്? അദ്ദേഹത്തോട് ഇത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാ? ദേശാഭിമാനി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? ഇതിന്റെ ചുമതലയുള്ളയാൾ. ചുമതല എന്ന് പറഞ്ഞാൽ ദേശാഭിമാനിയിൽ ഓരോരുത്തർക്കും ചുമതലയുണ്ട്. ഒരാൾക്ക് മാത്രമൊന്നുമല്ല ചുമതല. ഒരാൾക്ക് മാത്രമൊന്നുമല്ല ചുമതല. അല്ല, നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളോട് ചോദിക്കുക. ദേശാഭിമാനി അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുന്ന രീതിയില്ല. പതിപ്പിന്റെ ചുമതലയിലിരുന്ന ഒരാൾ അത് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞാൽ ആ ആളോട് ദേശാഭിമാനി നിങ്ങളുടെ ആരോപണമാണ്. അല്ല അല്ല അങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട എം സ്വരാജ് ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയുള്ള ആളാണ്. ഞാനൊരു ലേഖനം താങ്കൾക്ക് തരുന്നു, അത് പ്രസിദ്ധീകരിക്കുമെന്ന് എം സ്വരാജ് പറഞ്ഞാൽ അതിനർത്ഥം അത് ദേശാഭിമാനി പറയുന്നതായിട്ട് തന്നെയാണ്. അല്ലല്ല, അങ്ങനെയല്ല. നിങ്ങൾ പറയുന്നത് ഇപ്പൊ പറഞ്ഞു എന്ന് പറയാണ്. പറഞ്ഞു നിങ്ങൾ പറയാണ്. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ബോധ്യത്തിലാണ്. നിങ്ങൾ അദ്ദേഹത്തോട് ആ വിവരം നിങ്ങൾ ഈ പറഞ്ഞു എന്ന ആളോട് പറയുക, ചോദിക്കുക. ദേശാഭിമാനി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി ദേശാഭിമാനിയിലെ ഒരു ജീവനക്കാരനാണ് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞ ഉത്തരവാദിത്തമുള്ള ആളോട് ചോദിച്ചോളൂ, നിങ്ങൾ ചോദിച്ചോളൂ. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ KR അജയനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ, അതല്ല നടപടി എടുത്താലും ഇല്ലെങ്കിലും അത് ദേശാഭിമാനിയുടെ ആഭ്യന്തര കാര്യമാണ് എന്നാണോ നിലപാട്? അതൊന്ന് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞത്. ക്ലാരിറ്റിയോടുകൂടിയാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടും നിങ്ങൾക്ക് എന്താ ക്ലാരിറ്റി വരാത്തതെന്നാ ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ ക്ലാരിറ്റി വന്നില്ലെങ്കിൽ ഒന്നുകൂടി നമുക്ക് ശ്രമിച്ചു നോക്കാം ക്ലാരിറ്റി വരുമെന്ന്. അല്ലെങ്കിൽ ക്ലാരിറ്റി വരുന്നവരെ നമുക്ക് പറഞ്ഞു നോക്കാം. ദേശാഭിമാനിയുടെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. സ്ഥാപനത്തിൻ്റെ പൊതു അച്ചടക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. ആവശ്യമായ ഘട്ടങ്ങളിൽ നടപടികൾ എടുക്കാറുണ്ട്. അത് നിങ്ങളുടെ എല്ലാം സ്ഥാപനങ്ങളിൽ എടുക്കാറുണ്ട്. അത്തരം നടപടികൾ മറ്റു മാധ്യമങ്ങളുടെ വിഷയമല്ല. നിങ്ങളുടെ മാധ്യമങ്ങൾ വരുന്ന അത്തരം നടപടികൾ ഞങ്ങളുടെയും വിഷയമല്ല. ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്ന നടപടികൾ നിങ്ങളുടെയും വിഷയമല്ല. അതെല്ലാം ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യമാണ്. അതിൽ ദേശാഭിമാനിയുടെ കാര്യത്തിൽ കടന്നു കയറാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഒന്ന്, അത് പൊതു നിലപാട്. ഇപ്പോൾ ഞങ്ങൾ ദേശാഭിമാനിയിൽ ആരുടെ പേരിലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇത് ഞാൻ ദേശാഭിമാനിയുടെ സൗമനസ്യം കൊണ്ട് പറയുന്നതാണ്. ഞാൻ ചോദിച്ചാൽ നിങ്ങളോ, നിങ്ങൾ ചോദിച്ചാൽ ഞാനോ മാധ്യമം എന്ന നിലയിൽ പറയാൻ ഉത്തരവാദിത്തമുള്ള കാര്യമല്ല. ക്ലാരിറ്റി ആയോ? അല്ല, നിങ്ങൾ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇതുവരെ പറഞ്ഞ കാര്യം ഒന്നും കേട്ടിട്ടില്ല. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്ന കണ്ടോട്ട് ചോദിച്ചാ. ഓ, നിങ്ങൾ അവിടെ കേട്ടില്ല. ശരി ശരി, പറയൂ 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 പറയൂ. അത് ദേശാഭിമാനിയുടെ ഒരു കാര്യമാണ്. ഞങ്ങൾ അതിപ്പോ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ. അല്ല, അതൊക്കെ ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദേശാഭിമാനിയിൽ ഓരോ കാര്യങ്ങൾക്കും ആർക്കൊക്കെ ചുമതല, ഞങ്ങൾ ഈ ചുമതലകളൊക്കെ ഇടക്കിടക്ക് മാറ്റാറുണ്ടല്ലോ. ഞങ്ങൾ ഈ ചുമതലകളെല്ലാം ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതൊരു പത്രം എന്ന നിലയിൽ ഞങ്ങളുടെ അവകാശമാണ്. കഴിഞ്ഞ ആഴ്ച വരെ KR അജയനായിരുന്നു ചുമതല. നിങ്ങൾ ഈ പറയപ്പെട്ട വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ വിവാദത്തിന്റെ കാര്യങ്ങളിൽ. എന്നാൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞാൻ നേരത്തെ വിശദീകരിച്ച 2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ സന്ദർഭങ്ങളിലും ആവശ്യമായ നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു പോകുന്നവരാണ്. അത് ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ അങ്ങനെ നിങ്ങളുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും ഒരു നടപടി വരെ ഇല്ല. ഈ ഉത്തരവാദിത്തപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയുടെ മുഖപത്രം എന്ന രീതിയിൽ കൂടിയാണ് ദേശാഭിമാനി വാർത്തയിൽ വരുന്നത്. അതിനെ താങ്കൾ എന്തിനാണ് ഇത്രയധികം ഒരു പ്രതിരോധത്തിന്റെ ഭാഷയിൽ നിന്ന് ന്യായീകരിക്കുന്നത്? ഒരു കേവല യുക്തിയോ അല്ലെങ്കിൽ വാക്ചാതുര്യോ കൊണ്ട് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. നോക്കൂ, ആ ചോദ്യം, എനിക്ക് ആ ചോദ്യത്തോട് വിയോജിപ്പുണ്ട്. കാരണം എന്റെ ഭാഷയൊക്കെ ഞാനല്ലേ തീരുമാനിക്കാം. എനിക്ക് എന്റെ ഭാഷ പറയട്ടെ. എനിക്ക് എന്റെ ഭാഷയും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയുമാണ്. നിങ്ങൾ ചോദിക്കുന്ന ഭാഷയെ വിമർശിക്കാൻ എനിക്ക് അവകാശമില്ല. കാരണം അത് നമ്മൾ ഓരോരുത്തരുടെ ശൈലിയും രീതിയുമാണ്. അപ്പോൾ ആ കാര്യത്തിൽ പരസ്പര ബഹുമാനം പുലർത്തുന്നതാണ് അഭികാമ്യം. രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ഇവിടെ ഉണ്ട്, അങ്ങനെ അല്ലാതെ പ്രവർത്തിക്കുന്നുമുണ്ട്.
ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ സ്വകാര്യ സ്വത്തായി ആ രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നടത്തുന്ന സ്ഥാപനമുണ്ട്. അങ്ങയുടെ സ്ഥാപനം അങ്ങനെ ഒരു സ്ഥാപനമാണ് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ സ്ഥാപനത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്ഥാപനമല്ല. അത് നിങ്ങളുടെ അഭിപ്രായം. ഞാൻ മറിച്ചാണ് ചിന്തിക്കുന്നത്. എൻ്റെ നിലപാടും അതാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മുതലാളിയായിട്ടുള്ള ഒരു സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് അവകാശവാദം വേണമെങ്കിലും നടത്താം. എന്ത് കാര്യമാണ് താങ്കൾക്ക് ഒരു മുതലാളിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു ആരോപണം സാധൂകരിക്കുന്ന എന്ത് വാർത്തയാണ് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത്? മുതലാളി വിളിച്ച് നിങ്ങളെ വിരട്ടിയെന്ന് മുതലാളി തന്നെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അതെവിടെയാണ് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരുന്നത്? ഏത് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ അത് ദേശാഭിമാനിയുടെ മര്യാദയായിരിക്കും. താങ്കൾ പറഞ്ഞല്ലോ ഇപ്പൊ എന്തിനാണ് ദേശാഭിമാനിയുടെ കാര്യങ്ങൾ നമ്മൾ പരസ്പരം വെല്ലുവിളിയുടെ ഒരു സ്ഥലത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തുവിടണോ എന്ന ഭാഷയിൽ സംസാരിച്ചു. അത് താങ്കൾ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററല്ലേ? ദേശാഭിമാനി പ്രസിദ്ധീകരിക്കുന്ന വാർത്തകളെല്ലാം വായിച്ചാൽ ദിവസവും വായിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമില്ലയോ? ആയിക്കോട്ടെ. ഈ KR അജയൻ എന്ന വ്യക്തിക്കെതിരെ ഏതെങ്കിലും ഒരു ഇടപെടലിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്? ഞാൻ പറഞ്ഞല്ലോ ദേശാഭിമാനി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി വ്യക്തതയ്ക്ക് വേണ്ടി ഈ കഴിഞ്ഞ ഒരാഴ്ച ദേശാഭിമാനി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ആരുടെ പേരിലും. എന്നാൽ നടപടി സംബന്ധിച്ച ഒരു ചോദ്യത്തിനും ഞങ്ങൾ പ്രതികരിക്കേണ്ടതില്ല. കാരണം നിങ്ങളുടെയും ഞങ്ങളുടെയും ഒക്കെ മാധ്യമ സ്ഥാപനങ്ങളിൽ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പലപ്പോഴും നടപടികൾ ചെറുതും വലുതുമായ നടപടികളൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അത് നമ്മുടെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ അതിൻ്റെ വിശേഷണവും കൊടുത്തു. ഈ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിക്കാൻ ഒരു ലേഖനം തയ്യാറാക്കിയിരുന്നു. റെസിഡന്റ് എഡിറ്റർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു? അതിനെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. നിങ്ങൾ ഒരുപക്ഷെ ഹെഡ്സെറ്റിൽ കേട്ടിട്ടുണ്ടാവേണ്ടതാണ്. ഞാനത് നല്ല വിശദമായി പറഞ്ഞു. ഇനി അത് ആവർത്തിക്കേണ്ട ഒരാവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ വ്യക്തതയില്ലായിരുന്നു. അല്ല, വ്യക്തതയുണ്ട്. അത് എഴുതിയ ലേഖകൻ സംബന്ധിച്ചിട്ടുണ്ട്. അത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഈ പ്രസ്തുത വ്യക്തി അത് ദേശാഭിമാനിയിൽ നിന്ന് വന്ന വാർത്ത ശേഖരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫീച്ചർ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു ലേഖനം ഞാനത് സംബന്ധിച്ച് വിശദമായി പറഞ്ഞില്ല. ഇവിടെ പ്രസിദ്ധീകരിക്കാൻ? ഞാനത് സംബന്ധിച്ച് ഈ ലേഖനങ്ങൾ വരുന്നത് സംബന്ധിച്ചും അത് ഇല്ല, ഞാനത് വിശദമായി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ ആ ചോദ്യം ആവർത്തിക്കുകയാണ്. നിങ്ങളല്ല, നിങ്ങളുടെ സഹപ്രവർത്തകർ ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. അങ്ങനെ ആവർത്തിച്ച് മറുപടി പറയേണ്ട ഒരു ആവശ്യം ആ കാര്യത്തിലില്ല. ഞാനത് സംബന്ധിച്ച് ആ ലേഖനത്തെക്കുറിച്ചും പൊതുവായിട്ടും മറ്റു മാധ്യമങ്ങളിലും ദേശാഭിമാനിയിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞതാണ്. നിങ്ങൾക്കിനി വ്യക്തത വന്നിട്ടില്ലെങ്കിൽ വ്യക്തത വരുത്താൻ എനിക്കാവില്ല. അങ്ങനെ ഒരു തലക്കെട്ടിനെ പേടിക്കേണ്ട കാര്യമുണ്ടായിരുന്നു? ഒരു തലക്കെട്ടിനെയും ആർക്കും പേടിയില്ല. ഞങ്ങളിൽ ആർക്കും പേടിയില്ല. ഈ നടപടി ഇല്ല എന്ന് താങ്കൾ പറഞ്ഞു. നടപടി ഇതുവരെ എടുത്തിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയുള്ള KR അജയന് ഇന്റേണൽ ആയിട്ടുള്ള വർക്കിംഗ് അറേഞ്ച്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ച വരെ KR അജയനാണ് വാരാന്ത്യ പതിപ്പിന്റെ ചുമതല എന്ന് താങ്കൾക്കും അറിയാം, നമുക്കും അറിയാം. ഇപ്പോൾ സ്റ്റിൽ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയിൽ അദ്ദേഹം തന്നെയാണുള്ളത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെ എന്താണ്? ഇന്റേണലായ അറേഞ്ച്മെന്റ്, ദേശാഭിമാനിയുടെ ഇന്റേണൽ അറേഞ്ച്മെന്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ പ്രതികരണം ചോദിക്കുകയാണ്. ഞാനത് പറയണോ? പറയേണ്ടതുണ്ടോ? അത് ശരിയാണോ? നടപടിയില്ല എന്ന് പറഞ്ഞു, അത് അവിടെ അവസാനിച്ചു. ആ വാക്കിൽ കിടക്കണ്ടല്ലോ എന്ന് ഓർത്ത് അല്ല, നിങ്ങൾ അങ്ങനെ ചോദ്യം ഉന്നയിക്കുന്നത് ശരിയല്ല. എന്തായാലും അടുത്ത വാരാന്ത്യ പതിപ്പ് ആകുന്നല്ലേ ഉള്ളൂ. നിരന്തരമായിട്ട് ദേശാഭിമാനി ഇങ്ങനെ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം കരാർ അത് LDF സർക്കാരിന്റെ നേട്ടമായിരുന്നു എന്ന് പറഞ്ഞ് ഒരു പാർട്ടി എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കരാർ കഴിഞ്ഞു പോയൊരു കാര്യമല്ലേ? അതിനെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, അതിനുശേഷം ഇപ്പോൾ പുതിയ വിവാദം വന്നു. അതിലൊരു നോട്ടക്കുറവുണ്ട് എന്നൊരു ആക്ഷേപമുണ്ട് പാർട്ടി. നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. ഏതായാലും ദേശാഭിമാനിയെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിനൊരു പോസിറ്റീവ് വശമുണ്ട്. നന്നായി ചർച്ച നടക്കട്ടെ. അല്ല, പാർട്ടി സെക്രട്ടറി തന്നെ ദേശാഭിമാനിയെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് ഞാനും നിങ്ങളും കേട്ടതാണ്. ദേശാഭിമാനി തള്ളി പറഞ്ഞാണ് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. അതിനെക്കുറിച്ച് ഞാനും വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടുന്നല്ല, മറ്റൊരിടത്തു നിന്നും ഒരു വാർത്ത കൊടുക്കുമ്പോൾ ജാഗ്രത കാണിക്കണമായിരുന്നു. അത് ദേശാഭിമാനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. എല്ലാ വാർത്തകളും കൊടുക്കുമ്പോൾ ജാഗ്രത പാലിക്കണം. ഇപ്പൊ ജാഗ്രത പാലിക്കുന്നുണ്ടെങ്കിൽ കുറെ കൂടി ജാഗ്രത പാലിക്കണം. ഞങ്ങളും പാലിക്കണം, നിങ്ങളും പാലിക്കണം. ഓക്കെ, അങ്ങനെ ഒരു ജാഗ്രതയായിരുന്നു ഈ വാരാന്ത്യ പതിപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഞാൻ അതിനോടൊക്കെ പ്രതികരിക്കേണ്ട കാര്യമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇവിടെ കൊണ്ട് ക്ലിയർ ആയല്ലോ. ശരി. അല്ല, അന്ന് ക്ലിയർ ആയിട്ടില്ല. നടപടിയില്ല എന്ന് റെസിഡന്റ് എഡിറ്റർ വ്യക്തമാക്കി. പക്ഷേ സീറ്റ് മാറിയിട്ടുണ്ടോ KR അജയന്റെ എന്ന് ചോദിച്ചതിൽ താങ്കൾ വ്യക്തത വന്നിട്ടില്ല. അതിന് വ്യക്തതയില്ല. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ. അല്ലല്ല, നമുക്കിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കാം. ഇന്റേണൽ കാര്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല. ആവർത്തിച്ചുകൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ദേശാഭിമാനി നിങ്ങളെപ്പോലെ തന്നെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായി ആവശ്യമായ സന്ദർഭങ്ങളിലെല്ലാം നടപടികൾ എടുക്കാറുണ്ട്. അത്തരം നടപടികൾ നിങ്ങളുടേതെന്ന പോലെ ഞങ്ങളുടെയും സ്ഥാപന സംബന്ധിയായ ഒരു അഭ്യന്തര കാര്യമാണ്. അത് നിങ്ങളും വിശദീകരിക്കാറില്ല, ഞങ്ങളും വിശദീകരിക്കേണ്ട കാര്യമില്ല. അതാണ് പൊതുനിലപാട്. എങ്കിലും പ്രത്യേകമായി ഉയർന്നു വന്നൊരു വിഷയത്തിൽ ഞാൻ പ്രതികരിച്ചു. ഈ പറയപ്പെട്ട വിവാദവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന്
ഞാനിവിടെ വിശദീകരിക്കുകയും ചെയ്തു. സീറ്റ് മാറിയിട്ടുണ്ടോ? ആ, വാരാധിപത്യത്തിന്റെ ചുമതലക്കാരനെ മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചതിന് താങ്കൾ ഉത്തരം തന്നിട്ടില്ല. ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ KR രാജീവരോട് വിശദീകരണം ചോദിച്ചു? അല്ല, ഇതൊക്കെ എങ്ങനെ ഞാൻ വിശദീകരണം ചോദിച്ചൊന്ന് റിപ്പോർട്ട് ചെയ്തല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങൾ ചോദിച്ചു, ആ ചോദ്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ ചോദിക്കാം, ഓക്കെ. പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാതെ വാർത്ത കണ്ടല്ലോ ഞാൻ ചിലയിടത്ത്. എം സ്വരാജ് വിശദീകരണം തേടി വാർത്ത വന്നില്ലേ? നിങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ കൊടുത്തോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ വാർത്ത കണ്ടു. ഞാൻ വിശദീകരണം തേടി എന്ന വാർത്ത കണ്ടു. അല്ല, അങ്ങനെ വാർത്ത കണ്ടു, ഞാൻ ബാക്കി പറഞ്ഞിട്ടില്ല. എന്തിനാണ് അസഹിഷ്ണുത? ഉണ്ട്, പറയുന്നതിനിടയിൽ ഞാൻ വാർത്ത തേടി അല്ല വിശദീകരണം തേടിയെന്ന് വാർത്ത കണ്ടു. ഞാൻ വിശദീകരണം തേടാറില്ല. വിശദീകരണം തേടാൻ നിയോഗിക്കപ്പെട്ട ആളല്ല ഞാനല്ല അതോറിറ്റി. അപ്പോൾ വെറുതെ അങ്ങ് വെച്ച് കാച്ചുകയാണ്, അതൊന്നും ശരിയല്ല. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നോട് വിളിച്ചു ചോദിച്ചാൽ ഞാൻ പറയുമല്ലോ ഞാൻ വിശദീകരണം തേടിയിട്ടില്ല എന്ന് പറയുമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി വരും. അപ്പോൾ കൊടുക്കണം എന്ന് ആദ്യം തീരുമാനിക്കുകയാണ്, എന്നിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുമ്പോൾ ആ വിശദീകരണത്തെ കുറിച്ച് ചോദിക്കുകയാണ്. ഞാൻ വിശദീകരണം തേടാൻ നിയോഗിക്കപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരാളല്ല. ഞാൻ ആരോടും വിശദീകരണം തേടിയിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരുടെ പേരിലും നടപടി സ്വീകരിച്ചിട്ടില്ല. നടപടിയെക്കുറിച്ച് പൊതുവായി പറഞ്ഞ കാര്യം നേരത്തെ പറഞ്ഞു, അതിനി ആവർത്തിക്കുന്നില്ല. ഇനി വർക്കിംഗ് അറേഞ്ച്മെന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അതൊരു മര്യാദയാണോ? അങ്ങനെ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് വർക്കിംഗ് അറേഞ്ച്മെന്റുകളെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണോ? അല്ല, ഞാനുമല്ല. ദേശാഭിമാനിക്കകത്ത് ആ ചോദ്യത്തിനൊക്കെ നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ ചോദ്യത്തിന് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് നിങ്ങളിങ്ങനെ പറയുകയാണ്, അതിനകത്ത് എന്തെങ്കിലും പരാതി ഉയർന്നിരുന്നോ, അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ശരി, നിങ്ങളങ്ങനെ ചോദിക്കൂ, ഞാനേതായാലും പ്രതികരിക്കുന്നു. ഓക്കെ, ശരി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.